ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെയാണ് അനുഭവം എഴുതി തുടങ്ങിയത്. ആരാണെന്നറിയില്ല. എന്തായാലും നമുക്ക് വായിക്കാമല്ലേ. എന്തൊരു സുഖമായിരിക്കും അനുഭവം കേൾക്കുക എന്ന് പറയുന്നത് തന്നെ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ 7 മാസമായി ത്രിമധുരത്തിലെ എല്ലാ അനുഭവങ്ങളും എന്നും പല പ്രാവശ്യം കേൾക്കാറുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, എനിക്കും ഒരു അനുഭവം തരണേന്ന്. ഇപ്പോൾ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അനുഭവം ഭഗവാൻ തരുന്നത്. അതിന് ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ പറയുകയാണ് ഭഗവാനോട്. ഇനി ഞാൻ അനുഭവം പറയട്ടെ. എൻ്റെ മോൾക്ക് വിദേശത്ത് പോകാനുള്ള എക്സാമിൻ്റെ സമയമായിരുന്നു കേട്ടോ. അത് വളരെ വിഷമമായിരുന്നു. അവൾക്ക് ആകെ സങ്കടമായി. എനിക്കും. എന്നാലും ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, നമ്മളെ കൃഷ്ണൻ കൈവിടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. അവിടുത്തെ പാദത്തിൽ സമർപ്പിച്ചു. ഇനിയുള്ളത് എല്ലാം അവിടുന്ന് നടത്തിത്തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് ഈ അനുഭവം ഞാൻ ത്രിമധുരത്തിൽ ശ്രീകാന്ത് സാറിന് അയച്ചു കൊടുക്കാമെന്ന്. എന്തായാലും 3 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നുട്ടോ. എൻ്റെ മോള് പാസ്സായി. എല്ലാം ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം തന്നെ. ഇനി ഒത്തിരി കടമ്പകൾ കടന്നിട്ട് വേണം പോവാൻ. ഇത്രയും നടത്തിത്തന്ന ഭഗവാൻ അതും നമുക്ക് സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഉണ്ണിയെ ഉറക്കത്തിലും ഒക്കെ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് എത്രയോ തവണ വിളിക്കുന്നു. ഒരു തവണയെങ്കിലും കണ്ണൻ വിളി കേൾക്കാതിരിക്കില്ല. എനിക്ക് ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണ്. അതൊക്കെ മാറിയിട്ട് വേണം വന്നിട്ട് പൊന്നുണ്ണിക്കണ്ണനെ കൺകുളിർക്കെ കാണാനും പ്രസാദം കഴിക്കാനും അവിടെ മുഴുവൻ ചുറ്റിക്കടന്ന് കാണാനും. അപ്പോഴും ഭഗവാൻ എല്ലാം നടത്തി തരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. സർവം കൃഷ്ണാർപ്പണമസ്തു. എഴുതിയത് അല്പം നീണ്ടുപോയെന്നറിയാം. എങ്കിലും സാറ് ചുരുക്കി പറഞ്ഞാൽ മതി കേട്ടോ. ഞാനിങ്ങനെ കാണുകയാണ് ആ ഗുരുവായൂർ അങ്ങനെ വന്ന് എല്ലാ ആഗ്രഹങ്ങളും നടന്നിട്ട് ചുറ്റിത്തൊഴുന്നതും ഭഗവാനെ കാണുന്നതും. എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല. ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. ഭഗവാൻ എക്സാമൊക്കെ നടത്തിത്തരും, കൈ പിടിച്ച് നടത്തും. അതാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് കാണാം, കാത്തിരുന്ന് കാണേണ്ടതല്ലേ. എന്തൊക്കെ വരാനിരിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരിലേക്ക് എത്തിയൊക്കെ കേട്ടോ അനുഭവം. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർ ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.